വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആനുവൽ എക്സാം ഒക്കെ വരാറായില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോവാം. നമുക്കറിയാം നിങ്ങൾക്ക് ആസ് യൂഷ്വൽ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലിസൺ ആൻഡ് ആൻസർ. നിങ്ങൾക്ക് ടീച്ചർ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ എന്തെങ്കിലും പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ നന്നായി ലിസൺ ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ റീഡ് ചെയ്യാം. നോക്കൂ, എന്താണ് സ്റ്റോറി. വൺ സാറ്റർഡേ മോർണിംഗ് മീര വാസ് വാക്കിംഗ് ടു ദ ലൈബ്രറി when she noticed a brown wallet laying near the bus stop. ഒരു ദിവസം സാറ്റർഡേ രാവിലെ എന്താണ്, മീര ലൈബ്രറിയിലേക്ക് പോവായിരുന്നു. അപ്പോൾ അവൾ എന്ത് കണ്ടു? ഒരു ബ്രൗൺ വാലറ്റ് ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് വീണ് കിടക്കുന്നത് കണ്ടു. ലൈയിങ് നിയർ ദ ബസ് സ്റ്റോപ്പ്. ഷീ പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അവൾ എന്ത് ചെയ്തു? അത് എടുത്തിട്ട് ചുറ്റും നോക്കി. ബട്ട് നോ വൺ സീം ടു ബി സെർച്ചിങ് ഫോർ ഇറ്റ്. പക്ഷെ അത് ആരും അവിടെ തിരയുന്നതായിട്ടൊന്നും അവൾ കണ്ടില്ല. ഇൻസൈഡ് ദ വാലറ്റ് ഷീ ഫൗണ്ട് സം മണി, ആൻ ഐഡൻറ്റിറ്റി കാർഡ് ആൻഡ് എ സ്മോൾ നോട്ട് വിത്ത് എ ഫോൺ നമ്പർ. അവൾ ആ വാലറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കണ്ടേ? ഷീ ഫൗണ്ട് സം മണി, കുറച്ച് ക്യാഷ് കണ്ടു. ആൻ ഐഡൻറ്റിറ്റി കാർഡ്, ഒരു ഐഡൻറ്റിറ്റി കാർഡ് കണ്ടു. ആൻഡ് എ സ്മോൾ നോട്ട് വിത്ത് എ ഫോൺ നമ്പർ, ഫോൺ നമ്പർ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ നോട്ടും കണ്ടു. മീര ഫെൽ കൺഫ്യൂസ്ഡ് ഫോർ എ മൊമെന്റ്. പെട്ടെന്ന് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. ഷീ നീഡഡ് മണി ടു ബൈ എ ന്യൂ സ്റ്റോറി ബുക്ക്. അവൾ എന്തിനാ കൺഫ്യൂസ്ഡ് ആയത്? അവൾക്ക് കുറച്ച് ക്യാഷ് വേണം. എന്തിന്? ടു ബൈ എ ന്യൂ സ്റ്റോറി ബുക്ക്, ഒരു പുതിയ സ്റ്റോറി ബുക്ക് വാങ്ങിക്കാനായിട്ട്. ബട്ട് ഷീ റിമെമ്പർ ഹെർ പേരൻസ് വേർഡ്സ് അബൌട്ട് ഹോണസ്റ്റി. പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ അവളുടെ പേരൻസിൻ്റെ വാക്കുകൾ ഓർത്തു. എന്തിനെ കുറിച്ചുള്ള വാക്കുകൾ? ഹോണസ്റ്റി. ഷീ ഡിസൈഡ് ടു ഡു ദ റൈറ്റ് തിങ്. അവൾ എന്ത് തീരുമാനിച്ചു? ശരിയായ കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതായത് ആ മണി എടുക്കുന്നത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എടുക്കാതെ എന്താണ് അതിന് ഉചിതമായ കാര്യം എന്നുള്ളത് ചെയ്യാനായിട്ട് അവൾ തീരുമാനിച്ചു. മീര വെൻറ്റ് ടു നിയർ ബൈ പോലീസ് സ്റ്റേഷൻ. അവൾ എങ്ങോട്ട് പോയി? പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആൻഡ് ഹാൻഡഡ് ഓവർ ദ വാലറ്റ്. അവൾ അതെന്ത് ചെയ്തു? പോലീസിന് ആ വാലറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു. ലേറ്റർ ദാറ്റ് ഈവനിങ് മീര റിസീവ്ഡ് എ ഫോൺ കോൾ. വൈകിട്ടായപ്പോഴേക്കും മീരയ്ക്ക് ഒരു ഫോൺ കോള് വന്നു. ദ വാലറ്റ് ബിലോങ് ടു ആൻ എൽഡർലി മാൻ ഹു ഹാഡ് ലോസ്റ്റ് ഇറ്റ് വൈൽ ട്രാവലിംഗ്. ആ വാലറ്റ് എന്താണ്, ഒരു എൽഡർലി മാൻ എന്താണ് യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് യാത്രാമധ്യേ നഷ്ടപ്പെട്ടതാണ്. ഹി താങ്ക്ഡ് മീര ഫോർ ഹെർ ഹോണസ്റ്റി ആൻഡ് റിട്ടേൺ ടു കളക്ട് ഹിസ് വാലറ്റ്. മീര എന്നോട് അദ്ദേഹം തൻ്റെ അവളുടെ ഹോണസ്റ്റിയെ കുറിച്ച് മീരനോട് താങ്ക് യു പറഞ്ഞു. ഫോർ ദ ഹോണസ്റ്റി ആൻഡ് റിട്ടേൺ ടു ദ കളക്ട് ഹിസ് വാലറ്റ്. അദ്ദേഹം തിരിച്ചു വന്ന വാലറ്റ് കളക്ട് ചെയ്തു. മീര വെൻറ്റ് ഹോം ഫീലിംഗ് പ്രൗഡ് ആൻഡ് ഹാപ്പി. മീര എന്ത് ചെയ്തു? വീട്ടിലേക്ക് നല്ല പ്രൗഡായിട്ടും ഹാപ്പി ആയിട്ടും പോയി. ഇനി വേർ ഡിഡ് മീര ഫൈൻഡ് ദ വാലറ്റ്. മീര എവിടെയാണ് വാലറ്റ് കണ്ടത്? എവിടെയാണ് കണ്ടത്? ലൈങ് നിയർ ദ ബസ് സ്റ്റോപ്പ്. എവിടെയാണ് കണ്ടത്? നിയർ ദ ബസ് സ്റ്റോപ്പ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വാട്ട് വാസ് ഇൻസൈഡ് ദ വാലറ്റ്. വാലറ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടായിരുന്നേ? സം മണി, ആൻ ഐഡൻറ്റിറ്റി കാർഡ് ആൻഡ് എ സ്മോൾ നോട്ട് വിത്ത് എ ഫോൺ നമ്പർ. അപ്പോൾ ഏതാണ്? സം മണി, ആൻ ഐഡൻറ്റിറ്റി കാർഡ് ആൻഡ് എ നോട്ട് വിത്ത് ഫോൺ നമ്പർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. മീര ഫീൽ കൺഫ്യൂസ്ഡ് ബിക്കോസ് മീര എന്തിനാണ് കൺഫ്യൂസ്ഡ് ആയത്? മീര ഫീൽ കൺഫ്യൂസ്ഡ് ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും അവൾ കൺഫ്യൂസ്ഡ് ആയത്? ഷീ നീഡ് മണി ടു ബൈ എ ന്യൂ സ്റ്റോറി ബുക്ക്. അവൾക്ക് എന്താണ് ക്യാഷ് ആവശ്യമുണ്ട് അല്ലേ സ്റ്റോറി ബുക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഷീ നീഡഡ് മണി ടു ബൈ എ ന്യൂ സ്റ്റോറി ബുക്ക്. അപ്പോൾ അവിടെ അങ്ങനെയാണ് എഴുതേണ്ടത്. ഷീ നീഡഡ് എന്താണ് മണി ടു ബൈ എ ന്യൂ ബുക്ക്. നിങ്ങൾക്ക് ന്യൂ സ്റ്റോറി ബുക്ക് ലിസൺ ചെയ്തിട്ട് ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഹെൽപ് മീര ഡിസൈഡ് ടു റിട്ടേൺ ദ വാലറ്റ്.
എന്താണ് അവളെ വാലറ്റ് തിരിച്ചേൽപ്പിക്കാനായിട്ട് ഉള്ള തീരുമാനത്തിന് അവളെ ഹെൽപ്പ് ചെയ്തത്? വാട്ട് ഹെൽപ്പ് നീന ഡിസൈഡ് ടു റിട്ടേൺ ദ വാലറ്റ്? എന്തായിരിക്കും? ഹെർ ഫ്രണ്ട്സ് അഡ്വൈസ് ആണോ? പോലീസ് ഓഫീസർ കാരണമാണോ? അതുപോലെ അവളുടെ പേരൻസിൻ്റെ വേർഡ് എബൌട്ട് ഹോണസ്റ്റിയെ കുറിച്ച് ഉള്ള അവളുടെ പേരൻസിൻ്റെ വേർഡ്സിനെ കുറിച്ചാണോ? അത് എൽഡർലി മാൻ ഫോൺ കോൾ കൊണ്ടാണോ? ഏതാണ്? ഓപ്ഷൻ സി, ഹെർ പേരൻസ് വേർഡ്സ് എബൌട്ട് ഹോണസ്റ്റി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മീര ഫീൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? മീരയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അവസാനം? സ്റ്റോറിയുടെ അവസാനം എങ്ങനെയാണ്? പ്രൗഡ് ആൻഡ് ഹാപ്പി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്. ഇത് നിങ്ങൾക്ക് ലിസൺ ചെയ്യാനുള്ളതല്ല, നിങ്ങൾ റീഡ് ചെയ്തിട്ട് അതിന് താഴെ ചോദ്യം ചോദിച്ചിരിക്കുന്നതിന് ഉത്തരം എഴുതാനാണ്. ഇവിടെ കുറച്ച് ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ പിക്ചർ ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ലാസ്റ്റ് സൺഡേ അനു ആൻഡ് ഹെർ ഫ്രണ്ട് വെന്റ് ടു പാർക്ക് നിയർ ദിയർ സ്കൂൾ. ലാസ്റ്റ് സൺഡേ അനുവും അവളുടെ ഫ്രണ്ട്സും കൂടി എന്ത് ചെയ്തു? അവരുടെ സ്കൂളിനടുത്തുള്ള പാർക്കിലേക്ക് പോയി. ദ പാർക്ക് ലുക്ക് ഡൾ ബിക്കോസ് പ്ലാസ്റ്റിക് കവർ, പേപ്പർ കപ്സ് ആൻഡ് ബോട്ടിൽസ് വെർ സ്കാറ്റേർഡ് എവരിവെയർ. എങ്ങനെയാ ആ പാർക്കിലേക്ക് നോക്കിയപ്പോൾ പാർക്ക് മുഴുവൻ ഡള്ളാണ്. എങ്ങനെ? പ്ലാസ്റ്റിക് കവറുകൾ, പേപ്പർ കപ്സ്, ബോട്ടിൽസും കൊണ്ട് എല്ലായിടത്തും ചിതറിച്ച് ഇട്ടിരിക്കുകയാണ്. ദ ചിൽഡ്രൻ ഫെൽ സാഡ് ടു സീ ദ പാർക്ക് ഇൻ സച്ച് കണ്ടീഷൻ. ഈ പാർക്കിൻ്റെ അവസ്ഥ കണ്ടിട്ട് കുട്ടികൾക്ക് ഭയങ്കര സങ്കടം ആയി. അനു സജസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് ക്ലീൻ ദ പാർക്ക് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് പ്ലേ. അനു എന്ത് ചെയ്തു? നമുക്ക് എന്ത് ചെയ്യാം? ഈ പാർക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഹെർ ഫ്രണ്ട്സ് എഗ്രീഡ് ഹാപ്പിലി. എന്താണ്? ഫ്രണ്ട്സിനും ഹാപ്പി, അവർ എഗ്രി ചെയ്തു, അവളുടെ ആ തീരുമാനത്തെ അനുകൂലിച്ചു. ദേ ബ്രോഡ് ഗ്ലൗസ് ആൻഡ് ബാഗ്സ് ഫ്രം ഹോം ആൻഡ് സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ് ദ വേസ്റ്റ്. അവരെന്ത് കൊണ്ടുവന്നു? വീട്ടിൽ നിന്ന് ഗ്ലൗസും ബാഗ്സും കൊണ്ടുവന്നിട്ട് അവർ വേസ്റ്റുകൾ പിക്ക് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. സം ചിൽഡ്രൻ സെപ്പറേറ്റഡ് പ്ലാസ്റ്റിക് ആൻഡ് പേപ്പർ. ചില കുട്ടികൾ എന്ത് ചെയ്തു? പ്ലാസ്റ്റിക്കും പേപ്പറും വേർതിരിച്ചു. വൈൽ അതേഴ്സ് സെപ്റ്റ് ദ ഗ്രൗണ്ട്. കുറച്ച് പേര് ഗ്രൗണ്ട് സെപ്റ്റ് ചെയ്തു, അടിച്ചുമൊക്കെ വാരി. ആഫ്റ്റർ ക്ലീനിങ് ദേ പ്ലാന്റഡ് എ ഫ്യൂ സ്മോൾ സാപ്ലിംഗ് നിയർ ദ ഫെൻസ് ആൻഡ് വാട്ടേർഡ് ദം കെയർഫുള്ളി. അവർ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് സ്മോൾ സാപ്ലിങ്സ് അവിടെ നട്ടു. കുറച്ച് കുഞ്ഞു കുഞ്ഞ് തൈകൾ നട്ടു. ആൻഡ് ഫെൻസ് ദ വാട്ടർ ദം കെയർഫുള്ളി. എന്നിട്ട് അതിന് ഭാഗത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ദ പാർക്ക് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ അഗെയിൻ. ആ പാർക്ക് വീണ്ടും നല്ല ഫ്രഷും ബ്യൂട്ടിഫുള്ളും ആയി. പീപ്പിൾ ഹൂ വിസിറ്റഡ് ദ പാർക്ക് പ്രൈസ് ദ ചിൽഡ്രൻ ഫോർ ദ ഗുഡ് വർക്ക്. ആൾക്കാരെ പാർക്ക് വിസിറ്റ് ചെയ്തപ്പോൾ കുട്ടികളെ അവരുടെ ആ നല്ല വർക്കിനെ പ്രശംസിച്ചു. ദ ചിൽഡ്രൻ ഫെൽറ്റ് പ്രൗഡ് ആൻഡ് പ്രോമിസ് ടു കീപ് ദ പാർക്ക് ക്ലീൻ എവറി ഡേ. അവർ എല്ലാ ദിവസവും ഭയങ്കര അഭിമാനമായി അല്ലേ അവർക്ക്? അവർക്ക് പ്രൗഡ് തോന്നി. അതുപോലെ അവർ പ്രോമിസ് ചെയ്തു എല്ലാ ദിവസവും ഈ പാർക്ക് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാമെന്ന് അവർ പ്രോമിസ് ചെയ്തു. Where did Anu and her friends go? അനുവും ഫ്രണ്ട്സ് എങ്ങോട്ടാ പോയത്? went to the park. To the park. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. Why did the park look dull? എങ്ങനെയാണ് പാർക്ക് ഡള്ളായി തോന്നിയത്? അവിടെ എന്താണ്? ഒരുപാട് വേസ്റ്റ് അല്ലേ? പ്ലാസ്റ്റിക് കവർ, പേപ്പർ കപ്സ്, ബോട്ടിലൊക്കെ എല്ലായിടത്തും സ്കാറ്റേഡ്, ഇങ്ങനെ ചിതറി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ ചെയ്തത്? വേസ്റ്റ് വാസ് സ്കാറ്റേഡ് എവരിവെയർ. എല്ലായിടത്തും വേസ്റ്റ് കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഡു? കുട്ടികൾ എന്താ ചെയ്തത്? ദേ ക്ലീൻ ദ പാർക്ക്. അവർ പാർക്ക് ക്ലീൻ ചെയ്തു. പീപ്പിൾ പ്രൈസ് ദ ചിൽഡ്രൻ ഫോർ. ആൾക്കാർ എന്തിനെ പ്രശംസിച്ചത്? ഫോർ ദെയർ ഗുഡ് വർക്ക്. അവരുടെ നല്ല വർക്കിനെ പ്രശംസിച്ചു. വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഡു ആഫ്റ്റർ ക്ലീനിങ് ദ പാർക്ക്? പാർക്കിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്തത്? ദേ വെന്റ് ഹോം. അവർ ഹോമിലേക്ക് പോയി. ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്. ദേ പ്ലേഡ് ഫുട്ബോൾ. ദേ വാട്ടേർഡ് ദ സാപ്ലിങ്സ്. അവരെന്താ ചെയ്തത്? അവർ എന്ത് ചെയ്തു? ദേ പ്ലാന്റഡ് സാപ്ലിങ്സ് പ്ലാൻ ചെയ്തു. പിന്നെ ദേ വാട്ടേർഡ് ദ സാപ്ലിങ്സിൽ അവരെന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു അല്ലേ? അതാണ് അവർ ചെയ്തത്. അപ്പം ഏതാണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് കറക്റ്റ്. 2 ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഞങ്ങൾക്ക് ആക്ടിവിറ്റി 3 നോക്കാം. പിക്ചർ സ്റ്റോറിയാണ്. ഇവിടെ കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഈ പിക്ചറുകൾ നോക്കിയിട്ട്
ഇതിനെ നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയേ, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കുറേ കുട്ടികൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസ് വന്ന് അവരെന്താ കാണുന്ന, ഒരു ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുന്ന, ഒരു മുറിവേറ്റ് കിടക്കുന്ന ഒരു ബേർഡിനെ കാണുന്നു. അതിനെ എടുക്കുന്നു. എന്നിട്ട് എന്താ എടുക്കുന്നു? അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നു അല്ലേ, കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് സംരക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒരു ബോക്സിൽ വയ്ക്കുന്നു. എന്നിട്ട് അതിന് പറക്കാറാവുമ്പോൾ അതിനെ പറത്തി വിടുന്നു. ഇതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനി നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നരേറ്റ് ചെയ്യാമെന്ന് നോക്കാം. One day, a group of children saw an injured bird lying on the ground. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ എന്താണ്, ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള ബേർഡിനെ, അതായത് മുറിവേറ്റ ഒരു ബേർഡ് ഗ്രൗണ്ടിൻ്റെ താഴെ വീണ് കിടക്കുന്നതായിട്ട് കാണുന്നു. They felt sad. അവർക്ക് ഭയങ്കര സങ്കടമായി. And gave the bird some water to drink. അവർ ആ ബേർഡിന് കുറച്ച് വെള്ളം കൊടുത്തു അല്ലേ, കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുത്തു. ദി ജെന്റ്ലി പ്ലേസ് ദ ബേർഡ് ഇൻ എ സേഫ് ബോക്സ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു സേഫ് ബോക്സിൽ ആ ബേർഡിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു, വച്ചു. ആൻഡ് ടുക്ക് കെയർ ഓഫ് ഇറ്റ്. അതിനെ നന്നായി ശ്രദ്ധിച്ചു. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ദ ബേർഡ് ബിക്കം ബെറ്റർ ആൻഡ് സ്ട്രോങ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് അല്ലേ, നല്ല ബെറ്റർ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മാറി. ഫൈനലി ദ ചിൽഡ്രൻ ഓപ്പൺ ദ ബോക്സ് ആൻഡ് ദ ബേർഡ് ഫ്ലൂ എവേ ഹാപ്പിലി. ലാസ്റ്റ് ആ കുട്ടികൾ ആ ബോക്സ് തുറന്ന് അപ്പോൾ അത് എന്താണ്, ഹാപ്പി ആയിട്ട് പറന്നുപോയി. ദ ചിൽഡ്രൻ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ദേ ഹെൽപ്ഡ് സേവ് എ ലൈഫ്. അവരൊരു ജീവൻ രക്ഷിച്ചതിൽ അവർക്കും ഹാപ്പി ആയി, കുട്ടികൾക്കും ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളുടേതായ ഓൺ ലാംഗ്വേജിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സൊക്കെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 4 ഒരു കോൺവെർസേഷനാണ്. യു വാണ്ട് ടു നോ അബൌട്ട് ദ നീഡ് ഫോർ ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ മോം. ഒരു ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചുള്ള എന്താണ്, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ അമ്മയും നിങ്ങളും തമ്മിലുള്ളത്. അപ്പോൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിൽ ചേർക്കാമെന്ന് നോക്കാം. നമ്മൾ അമ്മേനോട് പറയാം, മോം വൈ ഷുഡ് ഐ ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. അമ്മേനോട് നമ്മൾ ചോദിക്കണം, ഐ ബ്രഷ് മൈ ടീത്ത് ഇൻ മോർണിംഗ് ആൻഡ് നൈറ്റ്. ഞാൻ രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്യണം എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ എന്താ പറയണേ, ഇഫ് വി ഡോണ്ട് ബ്രഷ് ജെംസ് ഗ്രോ ദെയർ ആൻഡ് കോസ് ക്യാവിറ്റീസ്, ബാഡ് സ്മെൽ ആൻഡ് ടൂത്ത് പെയിൻ. അമ്മ എന്താ പറയണേ, നമ്മൾ ബ്രഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജേംസ് നമ്മുടെ എന്ത് ചെയ്യും, പല്ലിയിൽ ക്യാവിറ്റീസിൽ ജേംസ് ഉണ്ടാവും, ബാഡ് സ്മെല്ല് വരും, ടൂത്ത് പെയിൻ പല്ലുവേദന ഉണ്ടാവും. അപ്പം നമ്മളെന്താ പറയുക, ബട്ട് വൈ ഷുഡ് ഐ ടേക്ക് എ ബാത്ത് എവറി ഡേ. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും എന്താണ് കുളിക്കാറില്ലേ, ബട്ട് വൈ ഷുഡ് ഐ ടേക്ക് ബാത്ത് എവറി ഡേ, പിന്നെ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മോൻ പറയണത് ബിക്കോസ് യു ഫീൽ നൈസ് ക്ലീൻ ആൻഡ് ഫ്രഷ്. അത് നമുക്ക് എന്താണ് നൈസ് ഫ്രീനും നമുക്ക് ഫ്രഷും ക്ലീനും ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പം നമുക്ക് വേണ്ടി ചോദിക്കാം, മാം ഡോണ്ട് മേക്ക് മീ ഈറ്റ് വെജിറ്റബിൾസ് എവറി ഡേ, ഐ ഡോണ്ട് ലൈക്ക് ദം. എനിക്ക് എന്താണ് വെജിറ്റബിൾ എല്ലാ ദിവസവും എനിക്ക് ഉണ്ടാക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയണം. അപ്പം അമ്മ എന്താ പറയുക, ഈറ്റിംഗ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മേക്ക് യു സ്ട്രോങ് ആൻഡ് ഹെൽത്തി. വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കുന്നത് നമ്മെ സ്ട്രോങ്ങും ഹെൽത്തി ആക്കും. ദ ഗിവ് യു എനർജി ടു റൺ വോക്ക് ആൻഡ് പ്ലേ. അത് നിനക്ക് റൺ ചെയ്യാനും വോക്ക് ചെയ്യാനും പ്ലേ ചെയ്യാനും ഒക്കെയുള്ള എനർജി തന്നെ. ഓക്കെ ദെൻ ഐ വിൽ ഈറ്റ് ദം. അങ്ങനെയാണെങ്കിൽ ഞാനിത് കഴിക്കാം. അപ്പോൾ ഹെൽത്തി ഹാബിറ്റ്സ് വരുന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേറെ ഏത് കോൺവെർസേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം കേട്ടോ. നിങ്ങളുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷൻസും വരാം. ആക്ടിവിറ്റി 5 ഒരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. എന്താണ് അഡ്വർടൈസ്മെൻറ്റ്? നമുക്ക് കേട്ടിട്ടുണ്ടോ അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്ന്? പരസ്യം. യുവർ സ്കൂൾ ഹാസ് വെജിറ്റബിൾ ഗാർഡൻ, യു വാണ്ട് ടു സെൽ ഫ്രഷ് ആൻഡ് പോയ്സൺ ഫ്രീ വെജിറ്റബിൾസ്, പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു വെജിറ്റബിൾ ഗാർഡൻ നിങ്ങളുടെ സ്കൂളിലുണ്ട്. അവിടുത്തെ വെജിറ്റബിൾസ് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ, പോയ്സൺ ഫ്രീ, അതായത് വിഷമൊന്നുമില്ലാത്ത വെജിറ്റബിൾ നിങ്ങൾ സെല്ല് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇങ്ങനെയാണ്. അതാ ഫ്രഷ് വെജിറ്റബിൾ ഇങ്ങനെ വെച്ചിട്ട് വെജിറ്റബിളിൻ്റെ എന്തെങ്കിലുമൊക്കെ പടം വെച്ചിട്ട് ഫ്രഷ്ലി പിക്ഡ് ഫ്രം അവർ സ്കൂൾ ഗാർഡൻ, പോയ്സൺ ഫ്രീ ആൻഡ് ചീപ്പ് പ്രൈസ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം പോയ്സൺ ഫ്രീ ആൻഡ് ചീപ്പ് പ്രൈസ് ഫ്രഷ് വെജിറ്റബിൾസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് ഹെൽത്തി ടേസ്റ്റി അവൈലബിൾ ഓൺ എവറി ഫ്രൈഡേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതുപോലെ കോളം വരച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി
നമുക്ക് വേറൊരു കോൺവെർസേഷൻ നോക്കാം. വേറൊരു കോൺവെർസേഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അരുൺ ലൈക്സ് ടു പ്ലേ ഇൻ ദ റെയിൻ. അരുണിന് റെയിനിൽ മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. ഹി വാണ്ട്സ് ടു ടോക്ക് ടു ഹിസ് ടീച്ചർ അബൌട്ട് റെയിൻ. അവൻ്റെ ടീച്ചറിനോട് റെയിനിനെ കുറിച്ച് സംസാരിക്കുകയാണ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ അരുൺ ആൻഡ് ഹിസ് ടീച്ചർ. അരുണും അവൻ്റെ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനോട് നമ്മൾ എന്ത് ചെയ്യും? അരുൺ ചോദിക്കുകയാണ്, അരുൺ ടീച്ചർ, വൈ ഓൾ ആർ ഹാപ്പി വെൻ ഇറ്റ്സ് റെയിൻ? എല്ലാവരും മഴ വരുമ്പോൾ നല്ല ഹാപ്പിയാണല്ലോ, എന്തുകൊണ്ടാണ് നോക്കിയാണ്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? ബിക്കോസ് റെയിൻ ബ്രിങ്സ് വാട്ടർ ആൻഡ് ഇറ്റ് മേക്ക് എവറിത്തിങ് ഫ്രഷ്. വാട്ടർ, നമുക്ക് മഴയിലത്തെ വാട്ടർ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എല്ലാം ഫ്രഷ് പോലെ, എല്ലാത്തിനെയും ഫ്രഷ് ആക്കുന്ന ഒന്നാണ് മഴ എന്ന് പറയുന്നത്. ബിക്കോസ് റെയിൻ ബ്രിങ്സ് വാട്ടർ, വെള്ളം കിട്ടും നമുക്ക്. ആൻഡ് ഇറ്റ് മേക്ക് എവറിത്തിങ് ഫ്രഷ്, എല്ലാത്തിനെയും ഫ്രഷ് ആക്കും. ഐ ലൈക്ക് ടു പ്ലേ ഇൻ ദ റെയിൻ. എനിക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചർ, ദാറ്റ്സ് ഫൺ അരുൺ, ബട്ട് ബി സേഫ്. അത് നല്ലതാണ്, പക്ഷെ എന്താണ്, നമ്മൾ സേഫായിട്ട് ഇരിക്കണം. അപ്പോൾ അരുൺ പറയാണ്, ഐ വിൽ വിയർ എ റെയിൻകോട്ട്. ഞാൻ എന്ത് ചെയ്തോളാം? റെയിൻകോട്ട് ധരിച്ചോളാം. ഓക്കെ, വെരി ഗുഡ് എന്ന് ടീച്ചർ പറയും. അപ്പോൾ ഇങ്ങനെ രീതിയിലും കോൺവെർസേഷൻസ് ചോദിക്കാം. അടുത്തത് ആക്ടിവിറ്റി 5B. ആക്ടിവിറ്റി 5 വേറൊരു ക്വസ്റ്റ്യനാണ്, പോസ്റ്ററാണ്. ആദ്യം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഒരു കോളം വരച്ചിട്ട് അതിൽ തന്നെ ഉണ്ട് എന്താണ് നമുക്ക് എഴുതേണ്ട പോയിൻറ്റ്സ് അതിൽ തന്നെ ഉണ്ടാവും അല്ലേ? ഫ്രഷ് ആൻഡ് പോയിസൺ ഫ്രീ വെജിറ്റബിൾസ്, അങ്ങനെ പിന്നെ ചീപ്പ് റേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു പോസ്റ്റർ മേക്കിംഗ് ആണ് അല്ലേ? യുവർ ഫ്രണ്ട്സ് ലൈക്ക് ടു ഈറ്റ് ജങ്ക് ഫുഡ് ലൈക്ക് പിസ്സ ആൻഡ് ബർഗർ. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താണ് പിസ്സയും ബർഗറൊക്കെ പോലെയുള്ളത് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ? യു വാണ്ട് ടു മേക്ക് ദം അവെയർ ഓഫ് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്. പ്രിപ്പയർ എ പോസ്റ്റർ ടു ബി ഡിസ്പ്ലേഡ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ എന്തിനെക്കുറിച്ചുള്ളതാണ്? ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്സിനെ കുറിച്ച് അവെയർ കൊടുക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്ററും തയ്യാറാക്കുമ്പോൾ നമ്മളൊരു കോളം വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? അവോയ്ഡ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് ഈസ് ടേസ്റ്റി ബട്ട് നോട്ട് ഹെൽത്തി. എന്താണ്? ജങ്ക് ഫുഡ് ടേസ്റ്റിയാണ് ബട്ട് നോട്ട് ഹെൽത്തി. സ്റ്റോപ്പ് ജങ്ക് ഫുഡ്, സ്റ്റാർട്ട് ഗുഡ് ഫുഡ്. ജങ്ക് ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഗുഡ് ഫുഡ് കഴിക്കുക. ചൂസ് ഫ്രൂട്ട്സ് നോട്ട് ഫ്രൈസ്. ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുക, വറുത്തതും പൊരിച്ചതൊന്നും വേണ്ട. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. സ്റ്റേ ഹെൽത്തി. അപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.